ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ദീപ്തി സ്റ്റിഡ്ബിറ്റ്സ്. ഞാൻ ദീപ്തി പ്രജിത്ത്. വേനലും വിഷുവും മാമ്പഴക്കാലവും. അപ്പം നമുക്കൊരു മാമ്പഴ പുളിശ്ശേരി ആയാലോ? യെസ്, ഇന്ന് ഞാനിവിടെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. എൻ്റെ ഫേവറേറ്റ് കറിയായ ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. അപ്പം നമുക്ക് ഇന്ന് വേഗം തന്നെ മാമ്പഴ പുളിശ്ശേരിയുടെ റെസിപ്പിയിലേക്ക് കിടക്കാം. മാമ്പഴപ്പുളിശ്ശേരി പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പഴമാങ്ങയാണ്. നല്ല പഴുത്ത മാങ്ങയാണ് കേട്ടത്. നെക്സ്റ്റ് വേണ്ടത് ഒരു ബൗൾ മോരാണ്. പിന്നെ വേണ്ടത് ഒരു മുറി നാളികേരം ചിരകിയത്, പിന്നെ ഒരു ടീസ്പൂൺ ജീരകം, പിന്നെ 3 നാടൻ പച്ചമുളകും ഒരു ചെറിയുള്ളിയും, പിന്നെ ആവശ്യത്തിന് ശർക്കര, പിന്നെ വേണ്ടത് ഒരു ടീസ്പൂൺ ഉലുവപ്പൊടി, ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ ലാസ്റ്റായി 3 വറ്റൽമുളകും കുറച്ച് കടുകും കുറച്ച് കറിവേപ്പിലയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് മാങ്ങയുടെ തൊലി കളയുക എന്നുള്ളതാണ്. കത്തി കൊണ്ടൊന്നും പീൽ ചെയ്ത് കളയരുത്, കൈ വെച്ച് തന്നെ ഇങ്ങനെ പീൽ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ തൊലിയെല്ലാം കളഞ്ഞു വെച്ച മാങ്ങ. ഇനി നമുക്ക് മാങ്ങ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഇങ്ങനെ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഞാൻ ഈ മാങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ 2 വലിയ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ്. ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കുറച്ച് കറിവേപ്പിലയും ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ചു വെച്ച് വേവിക്കാം. മാങ്ങ വേവുന്ന ഗ്യാപ്പിൽ നമുക്ക് നാളികേരം നല്ലപോലെ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ നാളികേരവും പച്ചമുളകും ഉള്ളിയും ജീരകവും കൂടിയാണ് അരയ്ക്കാൻ പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് മാങ്ങ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പറ്റി പിടിക്കും. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മാങ്ങ നല്ലപോലെ വെന്തിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ശർക്കര ഇട്ട് കൊടുക്കാം. നല്ല മധുരം ഇഷ്ടമുള്ളവർക്ക് 2 അച്ച് ശർക്കരയും മീഡിയം മധുരം ഇഷ്ടമുള്ളവർക്ക് 1 അച്ച് ശർക്കരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ 1 അച്ച് ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അരപ്പ്. നല്ല വെണ്ണ പോലെ അരയ്ക്കണം. ഇത് നമ്മുടെ അരപ്പ് അരച്ചെടുത്തതിന് ശേഷം മിക്സിയുടെ ജാറിൽ ഒഴിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ നമുക്ക് ആ വെള്ളവും അരച്ചെടുത്ത നാളികേരവും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതുപോലെ. ഇനി നമുക്ക് ഈ അരപ്പ് ഈ ചട്ടിയിലേക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുറച്ചു നേരം കൂടി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനിത് തുറന്ന് ഇളക്കി കൊടുക്കാൻ പോവാണ്. വീണ്ടും അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മോരാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഒട്ടും വെള്ളം ചേർക്കാതെ അടിച്ചെടുത്ത മോരാണ്. ഇതുപോലെ കട്ടിയുള്ള മോര് തൈരിൽ നിന്ന് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഞാൻ മുമ്പേ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ മോര് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഞാൻ ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്. ചെറുതായിട്ട് ഇതൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂണോളം ഉലുവപ്പൊടി ഇട്ട് ഓഫ് ചെയ്തിറക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മോരൊഴിച്ചതിന് ശേഷം കറി നല്ലപോലെ തിളയ്ക്കാൻ പാടില്ല. ചെറുതായിട്ട് സൈഡിൽ നിന്ന് തിളച്ചു തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് ഇറക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫൈനൽ പ്രൊസീജിയർ എന്ന് പറയുന്നത് കടുക് പൊട്ടിച്ചിടലാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എണ്ണ നല്ലപോലെ ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണോളം കടുക് ഇട്ടാൽ മതി. ഞാനിട്ട കടുകിൻ്റെ അളവ് കുറച്ച് കൂടി പോയിട്ടുണ്ട്. കടുക് പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം. കടുക് ഫുള്ളായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ഇതുപോലെ ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡിയാണ്. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത ഈ മാമ്പഴ പുളിശ്ശേരി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു എങ്കിൽ ഇത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എങ്കിൽ ഈ വീഡിയോനെ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദീപ്തി സ്റ്റിഡ്ബിറ്റ്സ്. ബൈ.